ഹലോ, ഫിഷ് ഫ്രൈഡ് റൈസ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഹോട്ടലിലൊക്കെ ഇങ്ങനത്തെ ഡിഷ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും യൂട്യൂബിൽ ഉണ്ടാക്കിയോ എന്ന് എനിക്കറിയാം. ഇത് ഞാൻ പുതുതായിട്ട് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് വിജയിച്ചത് കൊണ്ടാണ് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. ഒന്നുമില്ല, നേരത്തെ ഞാൻ മഷ്റൂം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഫിഷ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ക്വിക്കായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? നമ്മളുടെ ഹെൽത്തി വെജിറ്റബിൾസ് ആദ്യം കുനുകുനാന്നരിഞ്ഞിട്ട് റെഡിയാക്കുന്നുണ്ട്. അതാണ് നമ്മളുടെ മെയിൻ ടാസ്ക്. അപ്പോൾ പാൻ എടുത്തു, എണ്ണ ഒഴിച്ചു, നമ്മളുടെ ബട്ടർ ആഡ് ചെയ്തു. ബട്ടർ മെൽട്ടായി കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പാനിലേക്ക് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇത് ഫിഷ് ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇതുവരെയായിട്ടും ആരും അങ്ങനെ ഉണ്ടാക്കിയത് കണ്ടിട്ടില്ല. മഷ്റൂം ഫ്രൈഡ് റൈസ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫിഷ് എൻ്റെ കയ്യിൽ കേരമീൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതും ആഡ് ചെയ്തിട്ടൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു ഫിഷ് ഫിഷിൻ്റെ ഒരു ഭയങ്കരമായിട്ട് സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് അതിനുശേഷം ഞാൻ നമ്മുടെ മഷ്റൂമും അരിഞ്ഞത് കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയാണ് ഇപ്പോൾ ഇട്ടത്. പിന്നെ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിഷ് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ എഗ്ഗ് അവിടെ പൊട്ടിച്ചൊഴിച്ചു. എഗ്ഗ് കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സോയാ സോസ് കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസും ആഡ് ചെയ്യാം. ഞാൻ സോയാ സോസ് മാത്രമേ 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നമ്മളുടെ ബസ്മതി റൈസ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഫിഷ് ആഡ് ചെയ്തത്. കാരണം എൻ്റെ ഫിഷ് അവിടെ വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പുരട്ടി വെച്ച കാരമിനെ ഞാൻ ഓൾറെഡി വറുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി മിക്സൊക്കെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫിഷ് ആഡ് ചെയ്താൽ മാത്രം മതി. കേരമീനാണ്. അപ്പോൾ ഇതുപോലത്തെ മീറ്റുള്ള ഫിഷ് ആണെങ്കിൽ നല്ലതായിരിക്കും. കാരണം കഷ്ണം കഷ്ണം നമ്മൾ നുറുക്കിയിടുമല്ലോ. അപ്പോൾ ചിക്കൻ പോലെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ മീൻ വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഞാൻ പിച്ചി എടുത്തതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നമ്മുടെ വെജിറ്റബിളും ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് അതിലേക്ക് മിക്സ് ചെയ്യാം. ഞാൻ ഇത് ഓൾറെഡി ചോറ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇനി അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഫിഷ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളുടെ ഫിഷ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ തിന്ന് മടുത്തില്ലേ? അപ്പം നമുക്കൊരു വെറൈറ്റി പിടിച്ചു നോക്കാം. അപ്പം ഞാൻ കഴിക്കാം. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈഡ് റൈസ് ഞാൻ കഴിക്കാൻ പോവാണ്. അങ്ങനെ ഫിഷ് ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല. മഷ്റൂമും അതിൻ്റെ കൂടെ ഫിഷും പിന്നെ വെജിറ്റബിൾസും ഒക്കെ കൂടിയിട്ട് വേറൊരു ടേസ്റ്റും. ഞാൻ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ ഈ കഷ്ണം മീനുകൾ വേണം ഇതിന് യൂസ് ചെയ്യാൻ. ബാക്കി മീനുകൾ എനിക്ക് വലിയ സൂട്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് പിച്ചി എടുക്കണമല്ലോ, കുറച്ച് മീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈഡ് റൈസ് ഗംഭീരമായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം. ബൈ.